നാടക കലാകാരൻ സി.ആർ. മനോജിന്റെ 4ാമത് ചരമവാർഷിക ദിനം ആചരിച്ചു. സി.ആർ. മനോജിന്റെ നമ്മൾ 4ാമത്തെ അനുസ്മരണത്തിനാണ് ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഞാൻ കണ്ണൂരിൽ നിന്ന് എത്തിയതാണ് ഇവിടെ പങ്കെടുത്തിട്ടുള്ളത്. ഈ 4 വർഷം അദ്ദേഹം ഇല്ലാത്തതിൻ്റെ ശൂന്യത ശരിക്കും അനുഭവിച്ചിട്ടാണ് ഞങ്ങൾ നാടകക്കാർ. അത്രമാത്രം നാടകക്കാരുടെ എല്ലാ വിഷയങ്ങളിലും ഉൾപ്പെട്ട് കൂടെ നിന്ന ഒരു സഹോദരനാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ആ വേദന ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വൈകുന്നേരത്തെ അനുസ്മരണ പരിപാടിയിലും പങ്കെടുത്തിട്ട് തിരിച്ചു പോകാനാണ് വന്നിട്ടുള്ളത്. സി.ആർ. മനോജ് കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് നിറ സാന്നിധ്യമായിരുന്നു. 4 വർഷം മുമ്പ് നമ്മളെയൊക്കെ സങ്കടത്തിൽ അഴുത്തിക്കൊണ്ട് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ 4ാം ചരമദിനം ഇന്ന് നമ്മളിവിടെ നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് നമ്മളിത് ഇന്നിവിടെ ആരംഭിച്ചു. ഇന്ന് വൈകിട്ട് സോപാനം ഓഡിറ്റോറിയത്തിൽ അനുസ്മരണ സമ്മേളനവും തുടർന്നൊരു നാടകവും അവതരിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നാടക പ്രവർത്തകർ തഴവയിലെ വീട്ടിലെത്തി വാർഷിക ദിനത്തിൽ പങ്കെടുത്തു. സി.ആർ. മനോജ് കലാ സാംസ്കാരിക രംഗത്ത് ഇത്രയും നല്ല വ്യക്തിമുദ്ര പതിപ്പിച്ചുള്ള വ്യക്തിയാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ 4ാം ചരമവാർഷികമായി ഇന്ന് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് ഇവിടെ എത്തുന്നത് തന്നെ അദ്ദേഹത്തിനുള്ളൊരു വ്യക്തിബന്ധവും സി.ആർ. മഹേഷുമായിട്ടുള്ള ബന്ധവും വെച്ചുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ള അദ്ദേഹം നാടക ലോകത്ത് നാടകക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുള്ളതും നാടകത്തെ സ്നേഹിച്ചതും എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് എല്ലാ നാടകക്കാരും എല്ലാ കലാ സാംസ്കാരിക രംഗത്തുള്ള എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. സി.ആർ. മനോജ് തഴവയിലെ ഏറ്റവും നല്ല പ്രധാനപ്പെട്ട നാടക കലാകാരൻ. അദ്ദേഹത്തിൻ്റെ 4ാമത് ചരമവാർഷികമാണ് ഇന്ന്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആദിത്യവിലാസം ആർട്ട് സൊസൈറ്റി നാടകോത്സവം നടത്തി വരുന്നുണ്ട്. വി.എ. ശങ്കരൻപൊറ്റിയുടെയും സി.ആർ. മനോജിൻ്റെയും ഓർമ്മയ്ക്കായിട്ട് ആദിത്യവിലാസം ആർട്ട് സൊസൈറ്റി ഈ വർഷം 6ാമത് നാടകോത്സവം നടത്തുകയാണ്. സെപ്റ്റംബർ 12 മുതൽ 16 വരെ ഉള്ള ഈ നാടകോത്സവം സി.ആർ. മനോജിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുകയാണ്. ആദിത്യവിലാസം ആർട്ട് സൊസൈറ്റി സമർപ്പിക്കുകയാണ്. സഹോദരൻ സി.ആർ. മഹേഷ് എം.എൽ.എയും കുടുംബാംഗങ്ങളും ഏവർക്കും നന്ദിയും രേഖപ്പെടുത്തി. കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ അനുസ്മരണ സമ്മേളനവും തുടർന്ന് നാടകവും ഇതിന്റെ ഭാഗമായി നടക്കും. കൂടാതെ തഴവയിൽ നാടകോത്സവവും സംഘടിപ്പിക്കുന്നുണ്ട്. മനോജിന്റെ ചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചനയും പാരായണവും നടത്തി. നിരവധി നാട്ടുകാരും ചടങ്ങുകളിൽ പങ്കെടുത്തു.